ഹലോ എവ്രി വൺ. എൻ്റെ ബാക്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ഡിസ്റ്റിലറി ആൻഡ് വൈനറി ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇത് ഒൻറ്റേറിയോയിലെ ബേ ഫീൽഡ്സിലുള്ള ഒരു ബെറി ഫാം ആൻഡ് ഡിസ്റ്റിലറിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ടിപ്പിക്കൽ റമ്മും വോഡ്കയും ഒന്നും അല്ല മാനുഫാക്ചർ ചെയ്യുന്നത്. ഫ്രം കേരള ട്രഡിഷൻ ടു കനേഡിയൻ റൂട്ട്സ് എന്ന് തന്നെ പറയാവുന്ന വൺ ഓഫ് ദ ആൽക്കഹോൾ, അതായത് ഷുഗർ കെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ സ്പിരിറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മലബാരി വാറ്റ്, മന്ദാകിനി എന്ന പേരിൽ. ഇതിപ്പോൾ ഈ പേരിപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ കാനഡയിലും കേരളത്തിലൊക്കെ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ഈ മന്ദാകിനിയുടെ പുറകിൽ ഉള്ള കഥകൾ ഇഷ്ടംപോലെയുണ്ട്. മന്ദാകിനി എന്ന മലബാരി വാറ്റ് കാനഡയിൽ എത്തിയതിനെ കുറിച്ച്. സോ ബിഹൈൻഡ് ദ സീൻസ് ടൂർ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ഒപ്പം വൺ ഓഫ് ദ മാസ്റ്റർ മൈൻഡ് അബീഷ് ചെറിയാൻ ഉണ്ട്. അബീഷിനോട് തന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. My name is Abish Cherian. I am one of the proud co-founders of Mandagini Malbari Watt and one of the partners of Bayfield Berry Farm. ഈ മന്ദാകിനി എന്നുള്ളൊരു പേര് ഭയങ്കര യുണീക്ക് ആണ് അല്ലെ? നമ്മുടെ ഒരു ആൽക്കഹോൾ ബ്രാൻഡ് ഇങ്ങനെ ഒരു പേര് പൊതുവെ കേട്ടിട്ടേ ഇല്ലായിരിക്കും. ഇങ്ങനെ ഒരു നെയിമിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മന്ദാകിനി നമ്മൾ മലബാറി വാറ്റ് എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മുടെ കൾച്ചറുമായിട്ട് വളരെ കണക്ട് ആവുന്ന രീതിയിൽ പിന്നെ ഒരു വൈബ്. അപ്പൊ പിന്നെ പോപ്പ് കൾച്ചറിൽ ഒത്തിരി റെഫറൻസസ് ഉണ്ട് മന്ദാകിനിക്ക്. മന്ദാകിനി ഒരു ഫേമസ് ആക്ട്രസ് ആണ് നോർത്ത് ഇന്ത്യയിൽ. പിന്നെ വേറൊരു രീതിയിൽ ഒരു വാറ്റ് ഈസ് എ റിബല്യസ് തിങ്, റൈറ്റ്? അപ്പോൾ ഒരു നോർമലി നമ്മുടെ നാട്ടിൽ മിക്കവാറും ഒരു വെള്ളക്കാരൻ, ഒരു സായിപ്പിന്റെ പേരാണ് ആൽക്കഹോൾ ബ്രാൻഡിന് എഴുതുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ഫസ്റ്റ് ചേഞ്ച് ആയത് എനിക്ക് വേണമെങ്കിൽ മഹാറാണി എന്ന് പറഞ്ഞിട്ട് അയർലൻഡിൽ ഒരു മലയാളി ജിൻ ലോഞ്ച് ചെയ്തതാണ്. പുള്ളിക്കാരി വിപ്ലവ സ്പിരിറ്റ് എന്നാണ് അതിന് പേരിട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ വിചാരിച്ചത് ലെറ്റ്സ് ഗോ വിത്ത് എ ഫീമെയിൽ നെയിം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ കൂടിയിട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദാറ്റ്. അങ്ങനെയാണ് മന്ദാകിനിയിൽ വന്നത്. ഈ മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് മന്ദാകിനി എന്നാണ്. അതിനും എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇല്ല, മന്ദാകിനിയുടെ ആ മൂവിയുടെ ടീം ഇനീഷ്യലി മുതൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറി ലൈൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഓക്കെ ആയിരുന്നു അതിന്. അപ്പം മന്ദാകിനി അതിൽ ഒരു ക്യാരക്ടറാണ്, ലൈക്ക് മെയിൻ ക്യാരക്ടർ. ആ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് മന്ദാകിനി വാറ്റുകുപ്പിയാണ്. അപ്പം നമ്മൾ അവർക്ക് ആ പേര് ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് കൊടുത്തു സെൻസർ ബോർഡിന് വേണ്ടിയിട്ട്. അപ്പം അവരുമായിട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു ഫ്രം ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. അബീഷ്, ഇപ്പം കാനഡയിൽ ഈ മന്ദാകിനി തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി. 4 വർഷം, യാ, ഇറ്റ് വിൽ ബി 5th year. ഈ സാധാരണ ഇപ്പൊ ഒത്തിരി പേരുണ്ടെങ്കിലും സാധാരണ നമ്മൾ മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്ന ബിസിനസ് ഇപ്പൊ റെസ്റ്റോറന്റ് ആവാം, ഗ്രോസറി ആവാം, അങ്ങനെയുള്ള ഇല്ലെങ്കിൽ റിയാൽറ്റർ, അങ്ങനെയുള്ള ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇങ്ങനെ ഒരു ആൽക്കഹോൾ കൊണ്ടുവരിക, നാട്ടിൽ നിന്നും വാറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് എങ്ങനെ എത്തിയത്? അത് അങ്ങനെ ആക്സിഡന്റൽ ആയിട്ട് വന്നുപോയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ, ഹോബിയായിട്ട് കോവിഡ് കഴിഞ്ഞപ്പോ ഹോബിയായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു ഫുൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത് അതൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് ഹോബിയായിട്ട് ഒരു കുറച്ച് ബോട്ടിൽ ചെയ്യുക. പക്ഷെ ത്രൂ ദ പ്രോസസ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ഹിസ്റ്റോറിക്കൽ. ഞാനാണ് ആദ്യമായിട്ട് ലീഗലായിട്ട് വാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മുടെ കൾച്ചറൽ റെഫറൻസും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പൊ ആ ഒത്തിരി റെഫറൻസ് എടുത്തു. അത് നമ്മളെ ആ വൈറാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അതിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. ലൈക്ക് സോ ചില കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ നിമിത്തമായിട്ട് വന്നിട്ടുണ്ട്. പലരും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ എനിക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഏലിയാസ് എൻ്റെ ബ്രദറാണ്, സരീഷ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ്. അപ്പൊ ഒരാൾ ഫൈനാൻസ് നോക്കുന്നു, ഒരാൾ അതിന്റെ ടേസ്റ്റിംഗ് പ്രൊഫൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഞാനാണ് മിക്കവാറും എൻ്റെ ഫ്രണ്ട് ഫേസ് എന്ന് കരുതി ഞാൻ മാത്രമല്ല, അവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് ഒരു ബിസിനസ്സിലേക്ക്
എത്തിയത്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ നമ്മൾ ന്യൂസിലൻഡിലുണ്ട്, UK യിലുണ്ട്, കൊച്ചിയിലുണ്ട്, ദുബായിലുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടത് ബൈ ആക്സിഡന്റൽ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനൊപ്പം തന്നെ വർക്ക് ചെയ്തു. സോ ഒരു ഐഡിയ ടു ബോട്ടിൽ വരെ എത്തിയ ആ ഒരു കോൺസെപ്റ്റ് ടു ബോട്ടിൽ സ്റ്റേജ്, അത് എത്ര നാളത്തെ ഒരു പ്രോസസ് ആയിരുന്നു? അത് ഏകദേശം ഒരു 6 months എന്ന് പറയാം. ഓക്കെ. 6 months ഒരു ഐഡിയ വന്നു, നമ്മൾ ഡിസ്റ്റിലറികളുമായിട്ട് സംസാരിച്ചു. അപ്പൊ അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഫൈനാൻഷ്യലി വയബിൾ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെയാണ് അതിനൊരു ഹോബി ആയിട്ട് ചെയ്യാൻ കരുതി. അപ്പൊ ഹോബി ആയിട്ട് ചെയ്യുമ്പോൾ വി ഷുഡ് നോട്ട് ബേൺ അവർ ഹാൻഡ്സ്, റൈറ്റ്? അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വാസ് വാട്സപ്പ്. അപ്പൊ വാട്സപ്പിൽ ഇത് ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് LCBയിൽ വിൽക്കാൻ പറ്റില്ല. ആസ് എ സ്മോൾ, ഇവിടെ ഭയങ്കര ലോകത്ത് തന്നെ ഏറ്റവും ടഫ് ടു സ്റ്റോറിൽ വെക്കാൻ പറ്റുന്ന സ്ഥലം ഒണ്ടാരിയോയാണ്, ഈവൻ ഫോർ ലോക്കൽ പ്രോഡക്ട്സ്. വേറെ ഒന്നും ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റോറിൽ വെക്കാൻ പറ്റില്ല എന്നറിയാം, ഡിസ്റ്റിലറിയിൽ മാത്രമാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാരിൽ എങ്ങനെ എത്തിക്കും നമ്മൾ വാറ്റുണ്ടാക്കി വിൽക്കുക എന്നുള്ളത്? ത്രൂ വാട്സപ്പ്, റൈറ്റ്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറച്ച് ബോട്ടിൽ ഉണ്ടാക്കിയോളൂ, നമ്മൾ അത്യാവശ്യം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു. ഈവനിങ് ആയപ്പോഴത്തേനും അവരെനിക്ക് തിരിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് വെൻ ഐ വാസ് ഷെയറിംഗ് വിത്ത് ദം, ഐ നെവർ ടോൾഡ് ദം ദാറ്റ് ഇറ്റ്സ് മൈ ബ്രാൻഡ്. സോ ലൈക്ക് നമ്മൾ വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഞാനും അങ്ങനെയാണ് ഷെയർ ചെയ്തത്. അപ്പൊ അവര് വിചാരിച്ചു ഞാനും ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യണയാണ്. ഈവനിങ് വേറെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എനിക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് സംശയം തോന്നി തുടങ്ങി, വാട്ട്സ് ഹാപ്പനിങ്. സോ ദാറ്റ് വാസ് ഓൺ എ തേഴ്സ്ഡേ. ബൈ സൺഡേ ഇറ്റ് വാസ് എ ന്യൂസ് ഇൻ ഏഷ്യാനെറ്റ് ന്യൂസ്. നാട്ടില് ഏതോ ഒരു മലയാളിയാന്ന് അവർ കരുതുന്നു, ബിക്കോസ് മന്ദാകിനി മലബാറി വാറ്റെന്ന് എഴുതിയിട്ടുണ്ട്. കാനഡയിൽ ലീഗലായിട്ട് ഇത് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ലോക്ക്ഡൌണിൽ മലയാളിയെ ഫിറ്റാക്കിയ നല്ല നാടൻ വാറ്റുണ്ട്. ബാറുകളും ബിവറേജും ഒന്നും തുറന്നില്ലേലും വീട്ടിലിരുന്ന് വരെ ചില ബിരുദന്മാർ വാറ്റി എക്സൈസും പോലീസും അങ്ങ് പൂട്ടി. എന്നാൽ ഇതാ നല്ല നാടൻ വാറ്റിന്റെ രുചി അങ്ങ് കാനഡയിലും എത്തിയിരിക്കുകയാണ്. ലണ്ടനിലെ കൊമ്പൻ ബിയറിനും അയർലൻഡിലെ മഹാറാണിക്കും ശേഷം വിദേശ രാജ്യത്ത് മധ്യലോകത്തിൽ ഒരു മലയാളി തനിമ കൂടി, മന്ദാകിനി. ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ കോവിഡിന്റെ സമയത്തും നാട്ടിലെ പോലീസുകാർ ഓടി നടന്ന് ഡ്രോണൊക്കെ വെച്ച് വാറ്റുകാരെ തേടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ആക്കിക്കൊണ്ടിരുന്ന ടൈമാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. സോ പീപ്പിൾ സെലിബ്രേറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ അതോറിറ്റീസ്, റൈറ്റ്? പോലീസുകാർ അവിടെ നാട്ടിൽ പിടിച്ച് വാറ്റുകാരെ പിടിക്കുമ്പോൾ ഇവിടെ ഒരുത്തം പോയിട്ട് കാനഡയിൽ പോയി ലീഗലായിട്ട് ചെയ്തേക്കണം. സോ ദേ സെലിബ്രേറ്റഡ്. അങ്ങനെയാണ് നമുക്ക് അത്രയും വിസിബിലിറ്റി കിട്ടിയത്. ഞാൻ ചോദിക്കാൻ വന്നത്, കാരണം നാട്ടില് നമ്മൾ ഈ അരാക്കും വാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു അൺഹെൽതി ഫോം ഓഫ് ആൽക്കഹോൾ ആയിട്ടാണ് കരുതുന്നത്, വാട്ട് യു ഗെറ്റ് ഔട്ട്സൈഡ് ഒരു ലിക്കർ ഷോപ്പ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോഴും ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ലിക്കറിന് എങ്ങനെയായിരുന്നു മലയാളികളുടെ ഇടയിലുള്ള ഒരു ആക്സെപ്റ്റൻസ്? ഹൗ ഡിഡ് യു ബ്രേക്ക് ദാറ്റ് ആ ഒരു മിത്ത്? ഓക്കെ, ഇതൊരു അൺഹെൽതി അല്ല, ഹൗ ഇസ് ഇറ്റ് മെയ്ഡ് എന്നുള്ളത്? ആൽക്കഹോൾ എപ്പോഴും അൺഹെൽത്തിയാണ്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള കൾച്ചറുകൾ നമ്മൾ റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറ്റാലിയൻ കൾച്ചർ, അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സപ്പറിന് ഫാമിലിയിൽ ഗ്രാൻഡ്മ മുതൽ എല്ലാവരും കൂടിയിരുന്നിട്ട്, മക്കളും മരുമക്കളും എല്ലാവരും കൂടിയിരുന്നിട്ട് ദേ ഷെയർ എ വൈൻ, എന്നിട്ടാണ് അവർ സപ്പർ കഴിക്കുന്നത്. അപ്പൊ അവിടെ അത്രത്തോളം ഒരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കലി റെഫറൻസ് ചെയ്യുമ്പോഴും എനിക്ക് തോന്നണേ ഒരു പക്ഷേ കൊളോണിയൽ ഇന്ത്യക്ക് മുമ്പ് നമ്മുടെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനിൽ നോർമലായി കുടിച്ചുകൊണ്ടിരുന്നതായിരിക്കണം കള്ളും ഇതൊക്കെ. ഇത്രയും ആന്റി സോഷ്യൽ എലമെന്റ് അത്ര ഇല്ല. പോർച്ചുഗീസ് ഡച്ച് കൾച്ചറൽ ഇൻഫ്ലുവൻസും കാണുമായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് തോന്നുന്നത് റീസെന്റ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ഒരു ഭയങ്കരമായിട്ട് ആന്റി സോഷ്യൽ എലമെന്റ്സ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി ഒരു കള്ളു കുടിച്ച് വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ കിട്ടുന്ന കാശെല്ലാം കുടിച്ച് കളയുന്നു. അപ്പൊ ആ കള്ളിനെ ആ ഒരു സോഷ്യൽ എലമെന്റ് ആയിട്ട് കാണാതെ ആന്റി സോഷ്യൽ ആയിട്ട് വരുമ്പോഴാണ് ഇത്രയും വന്നേക്കണേ. പക്ഷെ നമ്മുടെ ഇപ്പൊ മലയാളികൾ GNPC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായപ്പോ ലോകത്തെ ഏറ്റവും വലിയ സീക്രട്ട് ഗ്രൂപ്പാന്നാ പറയണേ, കള്ളുകൂടിയും GNPC എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ഹർത്താൽ വരുമ്പോൾ 2 കുപ്പി എടുത്ത് മൂന്നാറിന് പോവുക, അല്ലെങ്കിൽ വട്ടം കൂടിയിരുന്ന് പറമ്പിലിരുന്ന് കള്ളു കുടിക്കുക. നമ്മുടെ ബാർ കൾച്ചർ ഈസ് ഡിഫറെന്റ്,
അപ്പൊ നാട്ടിലൊരു ചൊല്ലുണ്ട് മരിച്ചാലും ജനനവും മരണവും കല്യാണവും എല്ലാത്തിനും സെലിബ്രേഷൻ ബാറിലാന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ കൾച്ചർ, മലയാളി കൾച്ചർ ഈസ് വെരി കണക്റ്റഡ് ടു ആൽക്കഹോൾ. പക്ഷെ അതിൻ്റെ അതൊരു ആന്റി സോഷ്യൽ എലമെന്റും ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അപ്പൊ നമ്മൾ ചെയ്തപ്പോഴും നല്ല കള്ള് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണോ, ലൈക്ക് ഇസ് ദാറ്റ് ഹൗ യു ട്രൈഡ് ഇവിടെയും കനേഡിയൻ ആ ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ അതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്? ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അല്ലെ കാര്യങ്ങളും കൂടെ അതിന്റെ അതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇനീഷ്യൽ മുതൽ ശ്രമിച്ചേക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എല്ലാ റീജിയണൽ, ഇപ്പൊ ഈവൻ യൂറോപ്യൻ കൾച്ചർ അല്ലാതെ ഏഷ്യൻ കൾച്ചേഴ്സിലും അവരുടേതായ സ്വന്തം കള്ളുണ്ട്. വിയറ്റ്നാം എടുത്താലും ജപ്പാൻ എടുത്താലും ചൈന എടുത്താലും നമുക്ക് മാത്രം എന്തുകൊണ്ട് കള്ളില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ എന്നാൽ നമ്മളായിരുന്നു ലോകത്തിന്റെ സ്പൈസ് കൾച്ചേഴ്സിന്റെ സെന്റർ, സ്പൈസ് ട്രേഡിന്റെ സെന്റർ നമ്മളായിരുന്നു. അപ്പൊ നമ്മൾ മന്ദാകിനിനെ പ്ലേസ് ചെയ്തേക്കുന്ന ആസ് എ ബ്രാൻഡ് നമ്മൾ പ്ലേസ് ചെയ്തേക്കണം മലയാളിയുടെ സ്വന്തം മലബാറി വാറ്റ് എന്നുള്ളതാണ്. അവന് ഒരു യൂറോപ്പിനോ ഒരു ഇറ്റാലിയനോ ഇറ്റാലിയൻ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തരുമ്പോ അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം, അതാണ് മന്ദാകിനി. നമ്മുടെ ട്രഡീഷൻ എന്താണോ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്തതും അതിനെ ഡെവലപ്പ് ചെയ്തതും. അപ്പൊ നമ്മള് ആ ലവ് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മന്ദാകിനി മലയാളികളുടെ സ്വന്തമാണ് മന്ദാകിനി. ആ ഒരു ബ്രാൻഡ് സപ്പോർട്ടും ലവും തിരിച്ചു കാണുന്നുണ്ട് മലയാളികളുടെ അടുത്ത്. ഇപ്പം അത് ലീഗൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ നാട്ടിലും എക്സൈസ് റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇറക്കണം. അപ്പൊ പറഞ്ഞായിരുന്നല്ലോ കോവിഡ് ടൈമിൽ ആൾക്കാർ വാറ്റും അതുപോലെ കൂടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹൗ വാസ് ദോസ് റൂൾസ് ഫേവറബിൾ ടു യു? ഇവിടുത്തെ കനേഡിയൻ ഇതിനു വേണ്ടിയും ലീഗൽ ഫോർമാലിറ്റീസും ലൈസൻസ് എടുക്കാനും ഒക്കെ വേണ്ടി ഇവരോട് അതോറിറ്റീസിനോട് പറയണം നമ്മുടെ നാട്ടിലെ ഒരു വാച്ച് ഇവിടെ ഇറക്കണം. സോ ഹൗ ഡു യു ടോക്ക് ടു ദം? അവരെ എങ്ങനെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റും? എന്താണ് ആ ഒരു ലീഗൽ ഫോർമാലിറ്റീസ്? ബേസിക്കലി ആൽക്കഹോളിന് നമ്മൾ ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ സ്ട്രക്ചറോ ഇതൊക്കെ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി ഇവിടെയും ഡിസ്റ്റിലറീസ് ഒന്നും ഈ റൂൾസ് എല്ലാം ഉണ്ടാക്കിയ ബ്രിട്ടീഷ് റൂൾസ് ആണ്, ബ്രിട്ടീഷ് എക്സൈസ് റൂൾസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ ഒരു ടൈം ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. ഇന്ത്യയിൽ ഇവിടെയും ഇവര് ലോക്കൽ ഡിസ്റ്റിലറീസ്, ഇപ്പൊ ഇതുപോലെ ഡിസ്റ്റിലറി 2008 മുമ്പ് കാനഡയിൽ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയും ഒരു 2008 കഴിഞ്ഞ പിന്നെയാണ് സ്മോൾ ഡിസ്റ്റിലറീസ് ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ അതിനെക്കുറിച്ച് പാഷനായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ഡിസ്റ്റിലറി ഉണ്ടാക്കി ഇങ്ങനെ കള്ള് വിൽക്കാൻ പറ്റിയത് 2008 കഴിഞ്ഞ പിന്നെയാണ്. അപ്പൊ പിന്നെ നമ്മള് വാറ്റുണ്ടാക്കുമ്പോഴും വാട്ടിലിപ്പോ നാട്ടില് നമ്മൾ റെസിപ്പിയൊക്കെ അന്വേഷിച്ചപ്പോ എന്താ പറയണേ, എന്തൊക്കെ കാര്യങ്ങളാ പറയണേ, ഇത് ബാറ്ററി ഇടുവോ, പഴുതാരേനെ ഇടുവോ, ഇതൊക്കെ കുറെ മിത്തുകളാണ്. പക്ഷെ അതിന്റെ ഹിഡൻ ആയിട്ട് കുറെ റെസിപ്പീസും ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ റെസിപ്പി സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പിന്നെ അതിൽ നിന്ന് ആ റെസിപ്പി കൊമേഴ്ഷ്യൽ വയബിൾ ആയിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ ബാച്ചും ഉണ്ടാക്കുമ്പോൾ ആ കറക്റ്റ് ഫ്ലേവർ പ്രൊഫൈൽ എല്ലാം മാച്ച് ആയിരിക്കണം. കൊമേഴ്ഷ്യലൈസ് ചെയ്തതിന് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. LCBOക്ക് ഓരോ ബോട്ടിൽ വായിച്ചിട്ട് എസ്പെഷ്യലി അതിന്റെ മെത്തനോൾ കണ്ടന്റ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ വാറ്റുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെത്തനോൾ കൂടുതലായിട്ട് വരും. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആ മെത്തനോളിന്റെ കണ്ടന്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അവർ പ്രോപ്പർ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പൊ വാറ്റുമ്പോഴുള്ള വ്യത്യാസം വീട്ടിൽ വാറ്റുമ്പോഴുള്ള വ്യത്യാസമാണ്. മെത്തനോളിന്റെ കണ്ടന്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മളൊരു ഡിസ്റ്റിലറിയുടെ കൂടെ നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കണേ. അപ്പൊ ആകെ പ്രശ്നം വന്നത് US മാത്രമാണ്. US നമ്മൾ ഇപ്പൊ നമ്മളാ മന്ദാകിനിയുടെ പുറത്ത് 5 ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ്. അപ്പൊ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ വാറ്റ് എന്താണോ അതുപോലെ തന്നെ തമിഴിനും തെലുങ്കിനും കന്നഡയും നോർത്ത് ഇന്ത്യയിലും പഞ്ചാബി എല്ലാം വാറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ അന്ന് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്നാ ശർക്കര അല്ലെങ്കിൽ ഷുഗർ കെയിൻ. അതുകൊണ്ട് ഒരു കലവും 2 മൺകലവും ഒരു എന്നാ പറഞ്ഞ ഒരു ബാമ്പുവിന്റെ ഒരു ട്യൂബും ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന സാധനം അത്. അപ്പൊ ഇവരെല്ലാരും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് നാട്ടുസരക്കെന്നും നാട്ടുസാരാന്നും ദേശീദാരു എല്ലാം അതിൻ്റെ അത് കൊടുത്തേക്കണേ. അപ്പൊ അത് യുഎസിൽ TTB എന്ന് പറഞ്ഞൊരു അവർ അപ്രൂവ് ചെയ്യണേ. അപ്പൊ അവര് നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതെല്ലാം വെക്കണേ,
അപ്പോൾ അതിന് നമ്മൾ ലോയറെ ഹയർ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം ട്രാൻസ്ലേഷൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ. സോ ദേ കെയിം അപ്പ് വിത്ത് ലൈക്ക് ഇറ്റ്സ് ബേസിക്കലി കൺട്രി ലിക്വിഡ് റൈറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ മൂൺഷൈൻ എന്നുള്ള പേരിലേക്ക് വന്നത്. വൈ ഡോണ്ട് യു ജസ്റ്റ് കോൾ ഇറ്റ് മൂൺഷൈൻ എന്ന് പറഞ്ഞു അവര്. സോ ഇംഗ്ലീഷ് മൂൺഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കനഡിയൻ മൂൺഷൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അവൈലബിൾ ഉള്ള കോണാണ്. അപ്പൊ ആ കോണിനെ അവര് ഫെർമെന്റ് ചെയ്തിട്ട് അതും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനത്തിനാണ് മൂൺഷൈൻ എന്ന് പറയുന്നത്. ഇതിപ്പോ എവിടെയൊക്കെ അവൈലബിൾ ആണ്? നമ്മളിപ്പോ കാനഡയിൽ ഇപ്പൊ ഒണ്ടാരിയോയിൽ LCBOയിലുണ്ട്. പക്ഷേ ഫ്ലേവേഴ്സ് എല്ലാം ഈ ഡിസ്റ്റിലറിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര ചലഞ്ചസ് ആണ് LCBOയിൽ ഓരോ പ്രൊഡക്റ്റ് കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്ത് CBC റിപ്പോർട്ടറുടെ കൂടെ വർക്ക് ചെയ്ത് അവർ ന്യൂസ് ചെയ്തിട്ടാണ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞൊരു കാറ്റഗറി LCBO ഉണ്ടാക്കിയത്. ഇപ്പൊ പക്ഷെ എന്നാലും നമ്മുടെ ഒറിജിനൽ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. പിന്നെ ആൽബർട്ടയിലുണ്ട്. പിന്നെ ഉള്ളത് ഇന്റർനാഷണലി UK, ന്യൂസിലൻഡ്, ദുബായ്, പിന്നെ കൊച്ചി എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ. നാട്ടിലുണ്ട്. ഇനി എന്താണ് അടുത്ത പ്ലാൻസ്? അപ്പോൾ ഇന്റർനാഷണൽ ബോർഡർ ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പം മന്ദാകിനി, വാട്ട് യു സീ 5 years from now? അങ്ങനെ നമ്മള് അത്രയും 5 yearsനുള്ള പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ലൈക്ക് നമ്മളിപ്പോ ഈ ബെറി ഫാം നമ്മൾ ഡിസ്റ്റിലറി വൈനറി എല്ലാം കൂടി മേടിച്ചത് കഴിഞ്ഞ കൊല്ല. അപ്പൊ നമ്മളതിന്റെ ആക്റ്റീവ് പാർട്ട്നേഴ്സാണ്. അപ്പൊ നമ്മള് വാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ മാതിരിയും ഷുഗർ കെയിനിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നില്ല. എന്ത് ഫ്രൂട്ട്സിൽ നിന്നും വാറ്റാം നമുക്ക്. അപ്പോൾ നമ്മൾ 17ഓളം ഡിഫറെൻറ്റ് ബെറീസ് ആൻഡ് ഫ്രൂട്ട്സ് ഗ്രോ ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി, പീച്ച്, പെയർ എല്ലാം, ഗൂസ്ബെറി, അങ്ങനെ പിന്നെ ഒരു 30 വെറൈറ്റീസ് ഓഫ് ആപ്പിൾസ് ഉണ്ട് ഈ ഫാമിൽ. ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ വാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ജർമ്മനിയിൽ ആ വാറ്റിന് പറഞ്ഞ ഷ്നാപ്സ് എന്നാ പറയുന്നത്. അപ്പൊ മന്ദാകിനി അപ്പൊ ഈ കൊല്ലം മന്ദാകിനിയുടെ ഫുൾ ഫ്ലേവർ എല്ലാ റാസ്ബെറിയുടെ വാറ്റ് വരും, ബ്ലൂബെറിയുടെ വാറ്റ് വരും, പീച്ചിന്റെ വാറ്റ് വരും, പെയറിന്റെ വാറ്റ് വരും, എല്ലാം ഉണ്ടാവും ഈ കൊല്ലം. പക്ഷെ അത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിൽ തന്നെ വരണം അല്ലേ? ഫാമിൽ വേണം. കാരണം LCBO അങ്ങനെ LCBO അത്ര ലോക്കലി സപ്പോർട്ടീവ് അല്ല. ഭയങ്കര ഒത്തിരി റൂൾസും അവരെ ഒത്തിരി കൺവിൻസ് ചെയ്യണം. പിന്നെ ഇതെല്ലാം നിച്ച് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ വരേണ്ടി വരും. ഇപ്പൊ സമ്മറിൽ ഇത് ഭയങ്കര ബിസിയാണ്. നമ്മൾ ആക്റ്റീവ് ഫുൾ ടൈം ടേസ്റ്റിങ്സ്, ടേബിൾസ് എല്ലാം ഫുള്ളായിരിക്കും. ആൾക്കാർ ഗ്രൂപ്പ്സ് വരും ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ലൈക്ക് വൈൻ ടേസ്റ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഫ്രൂട്ട് വൈൻസ് ഉണ്ട് നമ്മളിവിടെ. അപ്പൊ അതെല്ലാം നമ്മൾ ഇപ്പോൾ ബേഫീൽഡ് ബെറി ഫാം എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണോ ഗൂഗിളിൽ ബേഫീൽഡ് ബെറി ഫാം തപ്പിയാൽ യു വിൽ ഫൈൻഡ് ദിസ് ഡിസ്റ്റിലറി? അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ബുക്ക് ചെയ്ത് വരാം അല്ലേ? അപ്പോൾ 5 yearsലെ ആ ഒരു വിഷൻ പറയുമ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി എ പ്ലേസ് വേർ നമുക്ക് വന്ന് ഒരു ദിവസം ഫുള്ള് ഡേയ്സ് എൻജോയ് ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ്. ലൈക്ക് നമ്മൾ ഈ 17, ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ 17 ബെറീസ് ഒരുമിച്ച് കണ്ടിട്ടുള്ള, ഞാൻ കേൾക്കാത്ത ഗൂസ്ബെറീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഗൂസ്ബെറി അല്ല, ഇവിടുത്തെ ഇവിടുത്തെ വേറെ ഗൂസ്ബെറിയാ. പിന്നെ നമുക്ക് എന്താ പറയണേ, സൂപ്പർ ബെറീസ് ഉണ്ട്. എല്ലാം യെല്ലോ സീബക്തോൺ എന്ന് പറയും. പിന്നെ ഹസ്ക്യാപ്പ് ഉണ്ട്, അരോണിയ ഉണ്ട്. ഇതെല്ലാം ഹൈ വിറ്റമിൻ C അങ്ങനെയുള്ള ബെറീസ് ഒക്കെയാണ്, മെഡിസിനൽ ടൈപ്പ്. പിന്നെ നോർമൽ റാസ്ബെറി, പീച്ച്, പെയർ, അങ്ങനെ അതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ അതിന്റെ ട്രീസ് നമ്മൾ കണ്ടിട്ടില്ല, അത് എങ്ങനെ ഗ്രോ ചെയ്യണേന്ന് കണ്ടിട്ടില്ല. ഇതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പിക്യൂറോ ഉണ്ട്. പീച്ചൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം സമ്മറിൽ, റാസ്ബെറി പിക്ക് ചെയ്യാം, ബ്ലൂബെറി പിക്ക് ചെയ്യാം, സ്ട്രോബെറി പിക്ക് ചെയ്യാം. ഇതിൻ്റെ എല്ലാം വൈൻസ് ടേസ്റ്റ് ചെയ്യാം. ലൈക്ക് പിന്നെ ലേക്ക് ഹുറോൺ, നമ്മുടെ ഒണ്ടാരിയോയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലേക്കാണ് ലേക്ക് ഹുറോൺ, ബ്ലൂ വാട്ടേഴ്സ്. അത് ഇവിടുന്ന് ഒരു 3 kilometers ഉള്ളൂ. അപ്പോൾ ഒരു വിത്തിൻ ഫ്യൂ ഇയേഴ്സ് നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വേണം. ഒരു ഫുൾ എക്സ്പീരിയൻസ്. ആർക്കറിയാം, നാളെ നമുക്ക് ലൈക്ക് നമുക്ക് ഹനുമാൻകാരിൻ്റെ ഒരു എന്നാ പറയണേ, ഒരു കൺസേർട്ട് ഇവിടെ നടത്തണമെങ്കിൽ നമ്മൾ 87 acres പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ് വേണമെന്നുള്ളൂ. കുറേ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. എന്തൊക്കെയാണ് ഫ്ലേവേഴ്സ്? നമ്മൾ മന്ദാകിനി ഒറിജിനലായിട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഒറിജിനലായിരുന്നു ഇത്. അപ്പോൾ അത് പ്ലെയിൻ ആണ്, ബക്കാഡിയൊക്കെ പോലെ പ്ലെയിൻ ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി കമന്റ് വന്നു തുടങ്ങി, ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞു. വുമൻ ഫോക്സ്,
അപ്പം നമ്മളാണ് അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൈനാപ്പിൾ മാംഗോ ഫ്ലേവർ ചെയ്തു. പിന്നെ ഒരു നമ്മുടെ നാടുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ജിഞ്ചർ കാർഡമൺ ഫ്ലേവർ, ഇപ്പൊ സ്പൈസ്ഡ് എന്നും ഫ്ലേവേർഡ് എന്നും നമ്മൾ പറയണം. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മളെടുത്ത് ചേട്ടാ ഈ 46 പോരാ നമുക്ക് എന്നായി. അങ്ങനെയാണ് നമ്മൾ 65 ചെയ്തു വെച്ചത്. അതില് ഫ്ലേവർ ഇല്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 65% ആൽക്കഹോള്. അപ്പൊ പക്ഷെ ആ 65% നമുക്ക് നീറ്റ് ആയിട്ട് കുടിക്കാം. അതിന് വേണ്ടിയിട്ട് അതിനെ ടൈം ഡൗൺ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത്. ഞാനിവിടെ ഏതാണ് ട്രൈ ചെയ്യേണ്ടത്? 65 നിൽക്കട്ടെ. വിമൻ പൈനാപ്പിൾ മാംഗോ അല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് പൈനാപ്പിൾ മാംഗോ ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കനേഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആണ് ഈ പൈനാപ്പിൾ മാംഗോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുടിച്ച് നോക്കിയിട്ട് പറയാം ഞാൻ ഇവിടെ ഫ്ലാറ്റ് ആവുമോ അതോ ഓക്കെ ആണോ എന്ന്. ഒന്ന് സ്മെല്ല് ചെയ്യുക. ആക്ച്വലി കുടിക്കുന്നേക്കാൾ കൂടുതൽ എന്റെ മൂക്കിന്റെ തുമ്പത്ത് വരുന്നുണ്ട്. ആ നാട്ടിലെ മണങ്ങൾ മൊത്തം ഇതിനുണ്ട്. മാങ്ങ, ഏലക്ക. ഇല്ല ഏലക്കയില്ല, പൈനാപ്പിളും മാംഗോ. ഒരു ഭയങ്കര സ്മൂത്ത്. കള്ളിങ്ങനെ വെള്ളം ചേർക്കാതെ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വോഡ്കയുടെ ഒക്കെ പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ സ്മൂത്ത് ടേസ്റ്റ് ആണ് തോന്നുന്നു. നമ്മളിപ്പോ മന്ദാകിനിയുടെ ഫുൾ ലൈനപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കണേ വെള്ളം ചേർക്കാതെ സിപ്പ് ചെയ്യാവുന്ന ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുടിക്കണ്ട, ജസ്റ്റ് ഒരു കുറച്ച് കഴിക്കുക, വൈബായിരിക്കുക. ഇത് ഈ കോക്ടെയിലിന്റെ ഒക്കെ കൂടെ അങ്ങനെയാണോ മിക്സ്? കോക്ടെയിൽ ഇല്ലാതെയും കുടിക്കാം. കോക്ടെയിൽ ഇപ്പൊ ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ മിന്റ് മൊഹിത്തോ ഇല്ലേ, മൊഹിത്തോയുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. മെയിനായിട്ട് അതിൻ്റെ തന്നെ മിന്റ്, പെപ്പർമിന്റ്, മിന്റ് ലീവ്സ് ഉണ്ട്, പിന്നെ ലെമൺ ആഡ് ചെയ്യാം, കുറച്ച് സോഡ ആഡ് ചെയ്യാം. നമ്മുടെ പള്ളിയുടെയൊക്കെ പിക്നിക്കിന് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ വലിയൊരു ഷേക്കർ ബോട്ടിലുമായിട്ട് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 കുപ്പി ഒഴിക്കുക, സ്പ്രൈറ്റ് ഒഴിക്കുക, കുറച്ച് മിന്റ് ലീവ്സ് ആഡ് ചെയ്യുക. സിമ്പിളായിട്ടും കുടിക്കാവുന്ന കോക്ടെയിൽ അത്. ഇത് 40% ആണ്. അത് 40%. ഒറിജിനൽ 46 ആണ്. ഫ്ലേവേഴ്സ് രണ്ടും 40, 65 ആണ്. പക്ഷെ നമ്മളിപ്പോ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന 65 ആണ്. ഇത് എത്ര നാള് എടുക്കും ഇതൊന്ന് ഏജ്ഡ് ആൻഡ് ഫെർമെന്റഡ് ആവാൻ? നമ്മളൊരു മിനിമം 2 വീക്സ് ഫെർമെന്റേഷൻ ടൈം ഉണ്ട്. കാരണം വെച്ചാൽ അതാണ് ഈ സ്മൂത്ത്നെസ് കൊടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റേ റാസ്ബെറി വൈനും ഫാമിൽ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടെ ഫ്രൂട്ടി ഫ്ലേവേർഡ് ബ്ലൂബെറി വൈൻസ്, റാസ്ബെറി വൈൻ, അങ്ങനെയുള്ള കുറച്ചുകൂടെ. അപ്പൊ നമ്മള് ഇവിടെ എനിക്ക് തോന്നുന്നത് ഒണ്ടാരിയോ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫാമാണ് അത്. ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് വൈൻസ് ഒന്നും വേറെ എങ്ങും ഇല്ല. സ്ട്രോബെറി ഫാം ഉണ്ട്, ബ്ലൂബെറി ഫാം ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ഈ 17 ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബെറീസ് എനിക്ക് തോന്നുന്നത് വേറെ എങ്ങും ഇല്ല എന്ന് തോന്നുന്നു. അതുപോലെ അതിന്റെ തന്നെ ഇപ്പൊ കറൻസ്, ബ്ലാക്ക് കറൻസ്, റെഡ് കറൻസ്, ഇതൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മുടെ. വൈൻ ഉണ്ട്, പിന്നെ അതുപോലെ ജർമ്മൻ ഷാപ്സ്, അതായത് ബേസിക്കലി വാറ്റ് തന്നെ. നമ്മളിങ്ങനെ കുറെ വെറൈറ്റി ബെറീസിന്റെ വൈൻ പറഞ്ഞു. അപ്പൊ ഇനി ഇത്രയും ഫ്ലേവേഴ്സും വൈനും വാറ്റും ഒക്കെ ഉള്ളോ, അതോ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മന്ദാകിനി തുടങ്ങിയപ്പോ നമ്മുടെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന, ആൽക്കഹോളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തും വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ വീക്കെൻഡ് വാലന്റൈൻസ് ഡേക്ക് ലോഞ്ച് ചെയ്തൊരു സാധനമുണ്ട്. വേണമെങ്കിൽ ഇത് എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. മണത്ത് നോക്കിയിട്ട് എന്താ? കള്ള്. അപ്പൊ നമ്മള് നാട്ടിലെ കള്ള് അത് തന്നെ. അത് സുന്ദരി കള്ള് എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് കഴിഞ്ഞ വാലന്റൈൻസിക്ക് ലോഞ്ച് ചെയ്തത്. ഇപ്പത്തെ ഫസ്റ്റ് ബാച്ച് വളരെ സ്മോൾ ബാച്ച് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ ലണ്ടനിലെയും സാർണിയിലും മലബാറി ബിസ്ട്രോ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ലൈസൻസ് കിട്ടി ഇവിടെ. ഇത് നമ്മുടെ വൈനറിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ പാം വൈൻ നമ്മുടെ പനങ്ങളിലാണ്.
അപ്പോൾ നമ്മൾ എവിടെയാ പനങ്കളിൽ കിട്ടുക? അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതിനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ്. പെട്ടെന്ന് അപ്പൊ അഴുക്കായിപ്പോകും. അവിടെയാണ് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 വർഷമായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. 3 വർഷത്തിൽ കൊണ്ട് ഇപ്പോഴാണ് ആ സാധനം ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. അടുത്ത സമ്മറിൽ ഇതിന്റെ പല ഫ്ലേവേഴ്സ് നമ്മൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ഫ്ലേവേഴ്സ്, സ്ട്രോബെറിക്കള്ളോ മുന്തിരിക്കള്ളോ എന്ത് വേണമെങ്കിലും ഈ സമ്മറിൽ ഉണ്ടാവും ഇവിടെ. അപ്പം മന്ദാകിനി വാറ്റിൽ നിന്ന് സുന്ദരിക്കല്ല് വരെ എത്തി നിൽക്കുന്നു. Yeah. ഈ ഒരു യാത്ര ഇനിയും തുടരട്ടെ ഇനിയും എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ പല ഫ്ലേവേഴ്സും. സോ ഓൾ ദ ബെസ്റ്റ്. ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ബ്രിങ്ങിങ് ദാറ്റ് ട്രഡിഷൻ ആൻഡ് ആ ഒരു കേരള വൈബ്സ് ടു കാനഡ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അപ്പം നമ്മൾ വാറ്റിന്റെ കുറെ ഫ്ലേവേഴ്സ് കണ്ടു, വൈൻസിന്റെ കുറെ ഫ്ലേവേഴ്സ് കണ്ടു. അങ്ങനെ നമ്മുടെ നാട്ടിലെ പനങ്കല്ല് വരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സോ മന്ദാകിനിയിൽ നിന്ന് സുന്ദരിക്കല്ല് വലിയൊരു യാത്ര ഇസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. ഒത്തിരി മലയാളീസിന് ഔട്ട് ദെയർ ഇങ്ങനത്തെ ഇത് തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ചില്ലറ കാര്യമല്ല. ആ ഒരു മിത്തും ചാലഞ്ചസും എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് യു ബ്രോട്ട് ദിസ്. സോ ഗ്രേറ്റ് effort, great work. All the very best for in next journey of this phase. Thank you. Yeah. അപ്പോൾ സമ്മറിൽ എല്ലാവരും എത്തുക, അടിപൊളിയാക്കാം നമുക്ക്. നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. Thank you. Thank you.